കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത സംഭവത്തിൽ നസ്രിയയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ആശുപത്രി മാറാനുള്ള സഹായമാണ് നൽകുക. പിത്താശയ സഞ്ചി നീക്കം ചെയ്തതിന് പിന്നാലെ നസ്രീനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് പിഴവ് സംഭവിച്ചെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നടപടി. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, ഈ ചികിത്സാ പിഴവ് മെഡിക്കൽ കോളേജ് അംഗീകരിച്ചോ? ചികിത്സാ പിഴവ് സംബന്ധിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ്. പകരം അവിടെ ആ എക്യുപ്മെന്റ്, ആ മെഷീൻ കേടായി എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ പറയുന്ന കാര്യം. അതായത് ഈ ചികിത്സയ്ക്ക് ആവശ്യമായ തുടർ നടപടികൾക്ക് ഈ യന്ത്രം ആവശ്യമാണ്. ERCP എന്ന് പറയുന്ന മെഷീനാണ് കേടായി പോയിട്ടുള്ളത്. പക്ഷേ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ ആവശ്യം വരും എന്നുള്ളതാണ്. അതുവരെയും നസ്രീനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർത്താൻ പറ്റില്ല. അവരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുക എന്നുള്ളതാണ് മുന്നിലെ ഏക വഴി. പക്ഷേ നസ്രീനയുടെ കുടുംബത്തെ സംബന്ധിച്ച് അവർ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ വലിയ ചികിത്സാ ചിലവ് താങ്ങാൻ പറ്റാത്തതിനെ കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് പോകുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിലാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം പ്രിൻസിപ്പൽ പറഞ്ഞത് ഇവർക്ക് ആവശ്യമായ ചികിത്സാ ചിലവ് തങ്ങൾ നൽകാമെന്നുള്ളത്, അതായത് ഒരു സാമ്പത്തിക സഹായം നൽകാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത് സ്വകാര്യ ആശുപത്രിയിലേക്ക് അടയ്ക്കാമെന്നുള്ളതാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പ്രിൻസിപ്പൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നസ്രീനയെ നിലവിൽ ഇപ്പോൾ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നും വിദഗ്ധ ചികിത്സ ലഭ്യമാവുകയും ചെയ്യും. അതേസമയം കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ മെഷീൻ കുറെ ദിവസമായി കേടായിട്ട്, പക്ഷേ തങ്ങളോട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ആശുപത്രി അധികൃതർ നൽകിയത്. അതുകൊണ്ട് ആണ് നസ്രീനയ്ക്ക് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെ ഒരു പിഴവ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ ഇനിയിപ്പോൾ നസ്രീനയുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുടുംബം ആലോചിക്കുക. സഹായം നൽകാമെന്ന കാര്യത്തിൽ അവർ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നസ്രീനയ്ക്ക് വേണ്ടത് അടിയന്തരമായ ചികിത്സയാണ്. ഇതിനിടെ നൌഷാദ് തെക്കയിൽ എന്ന സാമൂഹ്യ പ്രവർത്തന വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്ക്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഞാൻ ഈ കുടുംബങ്ങളുമായിട്ട് കൊണ്ടുപോയി സംസാരിച്ചു. ERPC മെഷീൻ കേടായതുകൊണ്ടാണ് എന്നാ പറയുന്നത്. പക്ഷേ അതിലൊരു സംസാരത്തിലൊരു സാങ്കേതിക പ്രയാസമുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, പക്ഷെ മെഷീൻ കേടായത് കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഇതുവരെ അത് അറിയിക്കാതെ ഇവരോട് പറയാതെ നീട്ടിവെച്ചു എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നെ ഞാൻ ഈ വിഷയം സംസാരിക്കുകയും ഈ ബന്ധുക്കൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ അവരെ സഹായിക്കണമെന്ന് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൽ വേണ്ടതായ ചികിത്സാ സഹായം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്രണ്ടിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.